നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തക്കാളി പോലത്തെ കവിള് വീർത്ത് ചുമക്കുന്നതും തത്തമ്മയുടെ പോലത്തെ ചുണ്ട് വിറയ്ക്കുന്നതും മൂങ്ങയുടെ കണ്ണ് ചുമക്കുന്നതും ഒക്കെ കൂടി കാണുമ്പോ എനിക്ക് വളരെ ക്യൂട്ടായ ഒരു ദിനോസറിനെ ഓർമ്മ വരുന്നേ. ഓ ആണോ? എങ്കിൽ നിങ്ങളെ കണ്ടാലേ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ പഠിച്ച പുസ്തകത്തിലെ ഒറാങ്ങുട്ടാന്റെ മുഖമാ. ആഹാ, അടിപൊളി. ദിനോസറിന് ചേർന്ന ഒറാനൊട്ടാനെ തന്നെ കിട്ടിയല്ലോ, ഭാഗ്യം. മതി തമാശ. ഇതുവരെ വീട്ടിലേക്ക് വരാറായില്ലേ? ഞാനേ ഓഫീസിൽ ഇത്തിരി ജോലി തിരക്കില്ല, വരാൻ വൈകും. നീ കട്ടിലിൽ തന്നെ കിടന്നു, ഞാൻ എപ്പോഴേലും വന്ന് സോഫ വീണോളാം. എന്താ ഇത്? ഇന്നലെ രാത്രിയിലും സാർ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, ആരോഗ്യം കൂടി നോക്കണം. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. ആ, എന്റെ ആരോഗ്യത്തിലൊക്കെ ആർക്കാ ശ്രദ്ധ? നമുക്കാരുമില്ലേ. ഇങ്ങനെ ചങ്കി കുത്തുന്ന വർത്തമാനം പറയരുത്. ജീവിതം സാൻഡ്വിച്ച് പോലെ ആയിന്ന് രാവിലെ പറഞ്ഞപ്പോ എനിക്ക് എത്ര സങ്കടം വന്നു എന്നറിയൂ. ഇനി ഞാനായിട്ട് സാറിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അതോർത്ത് ഇനി ഇങ്ങോട്ട് വരാതെ ഇരിക്കണ്ട. അതല്ലടോ, എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാ വരാത്തെ. ഞാൻ ആഹാരം കഴിച്ചിട്ട് കിടന്നോളൂ. സാർ ഉറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ഒന്ന് വേഗം വാ. ശരി, എനിക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. സത്യാണോ? സത്യം, ഇപ്പൊ തന്നെ പുറപ്പെടും. ശരി, അപ്പൊ ഉടനെ കാണാം. ശരി. മോനെ മോനെ, ഞങ്ങള് വീട്ടിൽ പോകാൻ മോൻ നിർബന്ധിച്ച സ്ഥിതിക്ക് പോവുക. മോനൊന്ന് ശ്രദ്ധിച്ചോണേ. നോക്കിക്കോളാം നിങ്ങള്. രാവിലെ ആണ് ഏട്ടാ. ശരി. ഇതിനാണ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയുന്നത്. എന്ത് ചെയ്യാം, ഐഡിയ എന്റെ തന്നെ ആയിപ്പോയി. ഇനിയിപ്പോ നിധിയോട് എന്ത് പറയും? പെട്ടല്ലോ. ഹലോ സർ. അതെ, നേരത്തെ വിളിച്ചപ്പോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ സർ? രാത്രിയിൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് കോൾ വരും, ഞാൻ തന്നെ അത് അറ്റൻഡ് ചെയ്യണം. അതിനെന്താ, ആ കോൾ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്താ പോരെ? അത് പറ്റില്ല നിധി, ഞാൻ എന്റെ ടീമിനൊപ്പം ഓഫീസിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കാനാണോ പ്ലാൻ? അങ്ങനെയൊന്നുമില്ല. എന്തായാലും കോള് കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റൂ. ഇപ്പൊ കോളൊന്നുമില്ലല്ലോ, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അവര് വിളിക്കുമ്പോ അറ്റൻഡ് ചെയ്താൽ മതി. ശരി, ഞാൻ റെസ്റ്റ് എടുത്തോളാം. എങ്കിൽ പിന്നെ സംസാരിച്ച് വെറുതെ സമയം കളയണ്ട, ഒന്ന് മയങ്ങ്. ശരി ശരി. അൻപേയൻ ചങ്ങാതി എങ്ങു നീയൻ കൺപാതി കൂടെ നീ ഇല്ലാതെ ഉരുകി വീഴും ജന്മം ഞാൻ. അവളെ അവൻ വീട്ടിൽ വിട്ടല്ലോ, ഇനി എന്ത് ചെയ്യും? എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. നന്ദിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഇന്ന് ഇങ്ങനെയൊക്കെ നടക്കാൻ വിധി ഉണ്ടായിരുന്നു എന്ന് കരുതിയാൽ മതി. പ്രണവിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. സത്യത്തിൽ പ്രണവ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടുമെന്ന് പേടിച്ച ഞാനിരുന്ന്. സത്യത്തില് അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ തന്റെ ചെയ്തികൾക്കുള്ള ശിക്ഷ ദൈവം തന്നെ തന്നു കഴിഞ്ഞല്ലോ. പിന്നെ കൂടുതൽ ദ്രോഹിക്കേണ്ടെന്ന് ചിന്തിച്ചു. അല്ല, വീട്ടിലേക്ക് തനിച്ചു പോവോ, അതോ ഞാൻ വന്ന് തന്റെ അച്ഛനോട് സംസാരിക്കണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ശരി.
പക്ഷേ ഞാൻ തന്നോട് ക്ഷമിച്ചതുപോലെ എൻ്റെ വീട്ടിലുള്ളവരെ തന്നോട് ക്ഷമിക്കണമെന്നില്ല, പ്രത്യേകിച്ച് വസുന്ധര ആൻറ്റി. ഇറങ്ങിക്കോ. വീടിന് മുന്നിൽ ആരൊക്കെ ഉണ്ടല്ലോ. ഇനി അമ്മയ്ക്കെന്തെങ്കിലും അസുഖം വന്ന് കാണുമോ? ചന്ദ്രികയുടെ കൂടെ അശോകട്ടൻ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. അതാ വീട്ടിൽ വെളിച്ചമില്ലാത്ത. ആ രേണുവെങ്കിലും ഇവിടെ കാണേണ്ടതാണല്ലോ. രേണുകയുടെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. കിട്ടിയ തക്കത്തിന് അവളെ ഏതോ ബന്ധു വീട്ടിൽ പോയിരിക്കുക. ചന്ദ്രിക ഇല്ലാത്തതുകൊണ്ട് വീട്ടു ജോലി ചെയ്യേണ്ടി വരുമെന്നുള്ള പേടിയാ. രേണുക ഒറ്റ ഒരുത്തിയ ആ ശിവാനിയെ കൂടെ ചീത്തയാക്കിയത്. ശിവാനിക്ക് 8ന്റെ പണി കിട്ടിയിട്ടും രേണുക പഠിച്ചില്ലല്ലോ. ശിവാനിക്ക് എന്ത് പണി കിട്ടുന്നാ നിങ്ങൾ പറയുന്നത്? 100 പവനും കൊണ്ട് കാമനോടൊപ്പം ഒളിച്ചോടിയില്ലേ? സ്വർണം വിറ്റ് തീരുമ്പോ കാമുകനെ ഉപേക്ഷിക്കാതിരുന്നാ കൊള്ളാം. പിന്നെ ശിവാനി സ്വർണം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ആരും കരുതണ്ട. ഈശ്വരമംഗലക്കാർ ആരാ പുള്ളികൾ? ഇനി അവള് ബൊംബൈയിലല്ല അങ്ങ് അമേരിക്ക പോയാലും അവര് പൊക്കും. പോലീസ് വളരെ സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാ കേട്ടെ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആ വസുന്ധരയുടെ വീറും വാശിയും ഞാൻ കണ്ടതാ. ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും വസുന്ധര അവളെ തൂക്കിയെടുത്തിരിക്കും. ശിവാനിയോടുള്ള വിരോധം ഈശ്വരമംഗലക്കാര് നിധിയോട് കാട്ടാതിരുന്നാ മതി. ഒരിക്കലുമില്ല. ഗൗതം സാറിന് നിധി എന്ന് വെച്ചാലേ ജീവനാ. ഹോസ്പിറ്റലിൽ ചന്ദ്രികയുടെ ചെലവൊക്കെ ആരാ വഹിക്കുന്നത്? ഗൗതമൻ സാറാ. നിങ്ങൾ നോക്കിക്കോ, വേണ്ടി വന്ന ഗൗതം സാറ് ചന്ദ്രികയെ വിദേശത്ത് കൊണ്ടുപോയി വരെ ചികിത്സിക്കും. കാരണം നിധിയെ സാറിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ പണ്ടേ ഗൗതം സാറിന് ശിവാനിയേക്കാൾ താല്പര്യം നിധിയോടാ. അല്ലേലും മൂശേട്ടായ ശിവാനിയെ ആർക്ക് പിടിക്കാനാ? അതെ അതെ, ഞാനിതൊന്നും പുറത്തു പറയാത്തതേ അശോകേട്ടനെ ഓർത്ത് മാത്രം. ശിവാനി, ശിവാനി, ദേ അവിടെ ആരും നിപ്പുണ്ടല്ലോ. ശിവാനി നിക്കടിയോടാ, അവള് നിക്കടിയോടാ, അവിടെ നിൽക്കാനാ പറഞ്ഞത്.